എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ലഡുവിന്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരം കളയാതെ കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ലഡുവിന് വേണ്ടി 2 കപ്പ് കടലമാവ് അരിച്ചെടുത്ത് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിനകത്ത്. അതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. കടലമാവിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി എടുത്തു വച്ചിരിക്കുന്ന വെള്ളം, 1 കപ്പ് വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കുറേശ്ശെ വെള്ളം ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. ഇനി ഇതിനെ വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യും. നമ്മൾ കടലമാവിന്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരുവിധം ലൂസായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു നുള്ള് ഫുഡ് കളർ വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഫുഡ് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒരു നുള്ള് മഞ്ഞൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോ നമ്മൾ ഫുഡ് കളർ എടുത്ത് വെച്ചേക്കുന്നത്. ഈ ഫുഡ് കളറിനെ ഇതിന്റെ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ലൂസാക്കി എടുക്കുക. ഒരു ദോശയുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് കോരി ഒഴിക്കാവുന്ന പോലെ, ഒത്തിരി ലൂസും അല്ല ഒത്തിരി തിക്കും അല്ലാത്ത കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിങ്ങനെ ഒന്ന് ദോശയ്ക്കൊക്കെ നമ്മൾ ഒഴിക്കുന്ന പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാക്കാവുന്നതാണ്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒന്ന് ചൂടായി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു കിഴുത്തയുള്ള തവിക്കകത്തോട്ട് ആ ബാറ്റർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇത് ചെറിയ ഇതിന്റെ ഈ ഹോളിനകത്തൂടെ വന്നിങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഇതെല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ നമുക്ക് ചെറിയ ഇങ്ങനെ ബൂന്തിയായിട്ട് കിട്ടും. നമുക്ക് ഇത് നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ ഒഴിച്ച് ഇതൊന്ന് ചൂടായി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മളിതെടുത്ത് കോരിയെടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ പിന്നെ ഇതുപോലെ തന്നെ പിന്നെയും ബാക്കി എല്ലാം ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ബൂന്തി എല്ലാം വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 2 കപ്പ് പഞ്ചസാരയും അതിന്റെ കൂടെ ഒരു ശകലം ഏലക്ക പൊടിച്ചത്, പഞ്ചസാരക്കകത്ത് തന്നെ ഇച്ചിരി ഏലക്ക പൊടിച്ചിട്ട് അത് ഒരുമിച്ച് ഈ 2 കപ്പ് പഞ്ചസാരയും കൂടി നമ്മൾ ഈ പാനിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മളൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് പാനിയാക്കണം, കുറുക്കിയെടുത്ത് പാനിയാക്കി എടുക്കണം. പഞ്ചസാര ഒരുവിധം പാനിയായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബൂന്തി ഇട്ടിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ബൂന്തിനെ പഞ്ചസാര പാനിക്കകത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഈ ബൂന്തി ഈ പഞ്ചസാരക്കകത്ത് കിടന്ന് സോക്ക് ആവണം. നമ്മളിത് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കുക. നമ്മളൊരു ചെറിയ പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും നമുക്ക് വറുത്ത് കോരിയെടുക്കണം. ഈ പാനിനകത്തോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ ചൂടായിട്ട് നമ്മൾ നട്ട്സ് ഇട്ട് വറുത്തെടുക്കണം. നമുക്ക് ചൂടായ നെയ്യിലേക്ക് നട്ട്സ് ഇട്ടിട്ട് അതിനെ വറുത്ത് കോരിയെടുക്കണം. നട്ട്സ് ഇട്ടിട്ടുണ്ട്. അതിനെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വറുത്ത് കോരി എടുക്കണം. ബൂന്തി ഷുഗർ സിറപ്പും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് അതിനെ മിക്സ് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഒരു ശകലം കൽക്കണ്ട ഇട്ടിട്ട് അതും കൂടി ഇട്ട് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് തണുക്കാനായിട്ട് വെച്ചാൽ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഒത്തിരി ചൂട് മാറാതെ ചെറിയ ചൂടിൽ നമ്മളിതങ്ങ് ഉരുട്ടിയെടുക്കുക. നമ്മളെല്ലാ ലഡു ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു 2 മണിക്കൂറത്തേക്കൊന്ന് തണുക്കാനായിട്ട് വെച്ച് അന്നേരത്തേക്ക് ഇത് ഉറച്ചു കിട്ടും. നമുക്ക് അതിനുവേണ്ടി ഒരു 2 മണിക്കൂർ വെക്കാം. അപ്പൊ നമ്മുടെ ലഡു
തണുത്ത് ഉറച്ച് നല്ല കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 കപ്പ് കടലമാവ് കൊണ്ട് നമുക്കൊരു 16-17 ലഡു കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് പറഞ്ഞേര്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.